നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നേ PSC നിരന്തരം ആവർത്തിക്കുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കയറി പോന്നോളൂ. ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. PSC ആവർത്തിക്കുന്ന കൺഫ്യൂസിംഗ് ഫാക്ട്സ്, കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാം. ആദ്യത്തെ ഫാക്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് എന്ന നോവൽ ആരെല്ലാം ചേർന്നാണ് എഴുതിയത്? MD വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. ആരെല്ലാം ചേർന്നിട്ടാ? MDയും NP മുഹമ്മദും. MD വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്നിട്ടാണ് അറബിപ്പൊന്ന് എഴുതിയത്. അപ്പൊ MDയും NPയും ചേർന്ന് പൊന്നെടുക്കാൻ പോയി എന്ന് ഓർത്താൽ മതി. അപ്പൊ MDയും NPയും കൂടെ ചേർന്നിട്ട് എവിടെ പോയി? പൊന്നെടുക്കാൻ പോയി. അപ്പൊ അറബി പൊന്ന് എഴുതിയത് MD വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്നിട്ടാണ്. അതുപോലെ അമാവാസി. അമാവാസി എന്ന നോവൽ എഴുതിയത് മാധവിക്കുട്ടിയും KL മോഹനവർമ്മയും ചേർന്നിട്ടാണ്. അപ്പോ മാധവിക്കുട്ടിയും അതുപോലെ KL മോഹനവർമ്മയും കൂടി ചേർന്നിട്ടാണ് അമാവാസി എന്ന നോവൽ എഴുതിയത്. അമാവാസിയിലെ ആ മായിങ് എടുത്താൽ ഇവർക്ക് രണ്ടുപേർക്കും മായും മോയും അല്ലേ? അങ്ങനെ ഓർത്താൽ മതി ജസ്റ്റ്. അപ്പം അമാവാസി, മാധവിക്കുട്ടി മോഹനവർമ്മ. ഇനി അടുത്തത് നവഗ്രഹങ്ങളുടെ തടവറ. നവഗ്രഹങ്ങളുടെ തടവറ ആരെല്ലാം ചേർന്നിട്ട് എഴുതിയത്? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും. ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 നോവലും ഇമ്പോർട്ടന്റ് ആണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. അപ്പോ അമാവാസി എഴുതിയത് ആരൊക്കെയാണ്? ഓർക്ക, മാധവിക്കുട്ടിയും മോഹനവർമ്മയും. അറബി പൊന്ന് ആരെല്ലാം ചേർന്നിട്ടാ പൊന്നെടുക്കാൻ പോയത്? MDയും NPയും. MD വാസുദേവൻ നായരും NP മുഹമ്മദും. നവഗ്രഹങ്ങളുടെ തടവറ എഴുതിയത് ആരൊക്കെയാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. ഇനി ഫുട്ബോൾ ലോകകപ്പിന്റെ കുറച്ച് ഫാക്ട്സ് ആണ്. പ്രഥമ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യം ഏത്? ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യമാണ് ഉറുഗ്വായി ആണ്. 2018 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് റഷ്യ. 2022 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഖത്തർ. 2026 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, USA. അപ്പൊ ആദ്യമായിട്ട് ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യം ഉറുഗ്വായി ആണ്. 2018 റഷ്യ, 2022 ഖത്തർ ആണ്. 2026 കാനഡ, മെക്സിക്കോ, USA. കാനഡ, മെക്സിക്കോ, USA. 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കാനിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 കോട്ടകളാണ്. അതിൽ ആദ്യത്തേത് കണ്ണൂർ കോട്ട. കണ്ണൂർ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരും തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുമാണ്. അപ്പോ തലപ്പത്തെത്തിയത് ബ്രിട്ടീഷുകാരല്ലേ? അപ്പൊ തലശ്ശേരി, അങ്ങനെ ഓർക്കുക, തലപ്പത്തെത്തിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ തലശ്ശേരി കോട്ട ബ്രിട്ടീഷുകാർ, കണ്ണൂർ കോട്ട പോർച്ചുഗീസുകാർ. കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. തലപ്പത്തെത്തിയ ആൾക്കാർ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണെന്ന് ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട തടാകങ്ങളാണ്. ആദ്യത്തേത് കൊല്ലേരു തടാകം, ആന്ധ്രാപ്രദേശിലാണ്. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. ചിൽക്ക തടാകം ഒഡീഷയിലാണ്. സാമ്പാർ തടാകം രാജസ്ഥാനിലാണ്. ലോണാർ തടാകം മഹാരാഷ്ട്രയിലാണ്. ലോക്തക് തടാകം മണിപ്പൂരിലാണ്. അപ്പൊ കൊല്ലേരു തടാകം എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അന്തപ്പനെ കൊല്ലാൻ കൊണ്ടുപോയി എന്ന് ഓർത്താൽ മതി. അന്തപ്പനെ കൊല്ലാൻ കൊണ്ടുപോയി. അപ്പോ ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു തടാകം. ഒഡീഷയിലാണ് ചിൽക്ക തടാകം. അപ്പോ
ചിൽക്ക തടാകം എവിടെയാണ്? ഒഡീഷയിലാണ്. അതെങ്ങനെ ഓർക്കാം? ചിലക്കാതെ ഓടടാന്ന് ഓർത്താൽ മതി. ചിലക്കാതെ ഓടട. അപ്പൊ ചിൽക്ക തടാകം എവിടെയാണ്? ഒഡീഷയിലാണ്. ചിലക്കാതെ ഓടടാന്ന് ഓർത്താൽ മതി. സാമ്പാർ തടാകം രാജസ്ഥാൻ. അപ്പോ രാജന് സാമ്പാർ വലിയ ഇഷ്ടമാന്ന് ഓർത്താൽ മതി. അപ്പൊ സാമ്പാർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ്. ലോണാർ തടാകം, ഈ കാണുന്നതാണ് ലോണാർ തടാകം. ഈ ലോണാർ തടാകം ഫോം ചെയ്തത് ഒരു കോമറ്റോ അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡോ ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട തടാകം എന്നാ പറയുന്നത്. ലോണാർ തടാകം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ലോക്തക് തടാകം മണിപ്പൂരിലാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണെന്ന് ഓർക്കുക. അടുത്തത് പ്രഥമ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഉറുഗ്വേയാണ്. ഉറുഗ്വേയിൽ വെച്ച് നടന്നു. ഉറുഗ്വേ തന്നെയാണ് കിരീടം നേടിയത്. പ്രഥമ ഫുട്ബോൾ ലോകകപ്പിന് റണ്ണറപ്പ് ആയത് അർജന്റീന. അർജന്റീനയാണ് ഉറുഗ്വയെ പരാജയപ്പെടുത്തിയത്. അപ്പൊ ആദ്യമായിട്ട് കിരീടം നേടിയത് ഉറുഗ്വേയാണ്, അർജന്റീനയാണ് പരാജയപ്പെടുത്തിയത്. ഇനി 2018 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിനാണ് ലഭിച്ചത്. ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയത്? ക്രൊയേഷ്യയാണ് ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണ ബ്രസീൽ. അടുത്തത് കേരളത്തിലെ മൊത്തം ജനസംഖ്യ 2011 സെൻസസ് പ്രകാരമാണ് 3,34,06,061. 3 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് 3,34,06,061 ഇന്ത്യയുടെ ജനസംഖ്യ. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി 859 ആണ്. 860 എന്നും PSC കൊടുക്കാറുണ്ട്. 859 കറക്റ്റ്. സ്ത്രീ പുരുഷ അനുപാതം 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. സാക്ഷരത എല്ലാം 2011 സെൻസസ് പ്രകാരമാണ്. 94%. ശരാശരി ആയുർദൈർഘ്യം 74.8. 74.8 വയസ്സാണ് ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ജനസാന്ദ്രത പ്രത്യേകിച്ച് ഓർക്കുക. 859 എന്നും കൊടുക്കാറുണ്ട്, 860 എന്നും കൊടുക്കാറുണ്ട്. 59 ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ഇല്ലാത്ത പക്ഷം 860 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ക്ലാസ് ആഡ് ചെയ്യാം. അപ്പൊ ഇത് പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരു കാര്യം തന്നെ എടുത്തിട്ട് അതിന്റെ പല പല ഫാക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാസ് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.